എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുള്ള ഒരു വാർത്ത പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ആൽമരം, ഇത് ശരിക്കും 120 വർഷം പഴക്കമുള്ള, കൊല്ലം ജില്ലയിലെ കുഴിയം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 120ഓളം വർഷം പഴക്കമുള്ള ഒരു ആൽമരമായിരുന്നു. ഈ ആൽമരത്തിന്റെ പകുതി ഭാഗം നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് മുറിച്ച് മാറ്റിയ അവസ്ഥയിലാണ്. ഇത് മുറിച്ചു മാറ്റാനുണ്ടായ ഒരു സാഹചര്യം, കാലങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം വന്നപ്പോൾ തന്നെ ആൽമരത്തിന്റെ ശിഖരങ്ങളൊക്കെ തന്നെ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. അതോടൊപ്പം ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിൽ നാട്ടുകാരൊക്കെ തന്നെ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഈ മരം മുറിച്ചു മാറ്റി. പക്ഷേ മുറിച്ചു മാറ്റിയെങ്കിലും ഇത്രയും കാലങ്ങൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ആൽമരം, നമുക്കറിയാം ആൽമരം തീർത്തും ദൈവികമായിട്ടുള്ള ഒരു വൃക്ഷം തന്നെയാണ്. ഈ ആൽമരം സംരക്ഷിക്കണമെന്നുള്ള ഇവിടുത്തെ നാട്ടുകാരുടെ നല്ല മനസ്സിനെ തുടർന്ന് കോട്ടയത്ത് നിന്നും കുറച്ച് ആയുർവേദ ചികിത്സ വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ചികിത്സകരെ എത്തുകയും അതോടൊപ്പം മരത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ഇപ്പൊ നല്ല പച്ച പണിഞ്ഞ് ഇങ്ങനെ വളർന്നു വരുന്ന, ഇതിന്റെ ഇലകളൊക്കെ തളിർത്തു വരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. പ്രദേശവാസികളും ഇവിടുത്തെ NSSന്റെ കരയോഗത്തിലെ അംഗങ്ങളുമാണ് ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത്. നമസ്കാരം എല്ലാവർക്കും. എന്തായാലും ഈ ഒരു ആൽമരം ഇത്രയും സംരക്ഷിക്കാനായതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ തളർത്ത് നിൽക്കുന്ന കാണുമ്പോൾ എന്തായിരുന്നു ശരിക്കും ഈ മരത്തിന് സംഭവിച്ചത്? ഉണങ്ങിപ്പോയി, സ്വാഭാവികമായിട്ട് ഉണങ്ങിപ്പോയി. അപ്പൊ ആദ്യം ഇലയെല്ലാം കുരിഞ്ഞ് അപ്പൊ ഒരു ദിവസം ഒരു കമ്പ് ഒടിഞ്ഞു വീണു. അപ്പൊ അതിനുശേഷം അത് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടത് ശീലങ്ങളെല്ലാം മുറിച്ചു മാറ്റി. കോട്ടയത്തൊരു വൈദ്യരുണ്ട് ഇതിന്റെ, ഈ മരം ചികിത്സിക്കുന്നത്, പ്രകൃതി മരം ചികിത്സിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിപാടി അതാ. അദ്ദേഹം തന്നെ ഒരു വലിയ മരുന്ന് 250,000 രൂപ ചെലവാക്കിയാണ് ആ ചികിത്സ നടത്തിയത്. ചികിത്സ നടത്തിയെങ്കിലും അദ്ദേഹം അന്നേ പറഞ്ഞു 85% പോയി. ഇനിയിപ്പോ ഇതാക്കാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇത് കിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ശീലങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞില്ല, ആൽമരം എന്തായാലും കിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശീലങ്ങളെല്ലാം പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ നല്ല ഭംഗിയായിട്ട് കിളിച്ചു വരും. അമ്പലത്തിലെ പള്ളിവേട്ട വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് അതിനകത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ദിവസവും വെള്ളം ഒഴിച്ച് പരിപാലിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെ നിർദ്ദേശങ്ങൾ തന്നെ? അതെ അതെ, അവസാന കാലത്തുമായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? നമുക്കറിയാം ആൽമരം തണുക്കുന്നവരെ. ഇപ്പൊ ശരിക്കും നല്ല ഉണക്ക സമയമാണ്. അപ്പൊ നല്ല ആവശ്യത്തിലധികം വെള്ളം വേണ്ടി വരുന്ന ഒരു സമയമാണല്ലോ. അടിക്കുകയാണ്. ഓക്കെ. അപ്പൊ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ എന്താ ഇത് പറഞ്ഞത്? മുറിച്ചു മാറ്റിയതിനു ശേഷം ഇങ്ങനെ വളർന്നു വന്നപ്പോ അവരൊക്കെ സഹകരിച്ചിരുന്നോ? ഇത് കുറച്ച് പൈസ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത് ബാക്കി നാട്ടുകാരുടെ പിരിച്ചു കൊടുത്തു. ഓക്കെ, വലിയ ചികിത്സയായിരുന്നു അല്ലേ? ചികിത്സയായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ശരിക്കും അത് വീണ്ടും തളിരണിഞ്ഞു വരും. അപ്പൊ ശിഖരങ്ങൾ കളിക്കത്തില്ല. ഈ ചെറിയ ശിഖരങ്ങളൊക്കെ ഒരുപക്ഷെ വലുതായ സാധ്യത. ഓക്കെ, ഒരുപാട് നല്ല ഇവിടുത്തെ ഒരു അടയാളമായിരുന്നത്. ആരോടെങ്കിലും ചോദിച്ചെങ്ങനെ കാലുണ്ട്, ആലിന്റെ അടുത്ത് വന്നാൽ മതി എന്നുള്ളൊരു അടയാളമായി. ഇനിയിപ്പൊ പറയാൻ വീണ്ടും വലിയൊരു അടയാളമായല്ലോ. അടയാളമായി. ഒത്തിരി സന്തോഷം. ഒത്തിരി ഈ മനുഷ്യരെല്ലാം, കാരണം ഈ പ്രദേശത്തിലുള്ള ആളുകളൊക്കെ തന്നെ ശരിക്കും പ്രകൃതിയോട് അത്രത്തോളം ഇണക്കമുണ്ട്, അല്ലെങ്കിൽ മരങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയ സന്ദേശം ഇവര് ഇതിലൂടെ പകർന്നു കൊടുക്കുകയാണ്. കാരണം ഒരു മരം 120, 1, 2 അല്ല, 120 ഇവരുടെയൊക്കെ കാലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു മരമാണ്. അതിനെ സംരക്ഷിക്കാൻ ഇവരെടുത്ത ഒരു വലിയ മനസ്സിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്.